തുച്ഛമായ കഴകവൃത്തി കൈവടിയാതെ വാദ്യസപര്യ ചെയ്തു കഴിഞ്ഞുകൂടിയ പ്രതിഭാശാലികൾ തൃത്താലയ്ക്ക് തനതായ തായമ്പക ശൈലി തന്നെ പകർന്നു തന്നു. കയ്യിൻ്റെയും കോലിൻ്റെയും ശുദ്ധിയും പതികാലത്തിലെ പഞ്ചാരിയിലുമുള്ള നിഷ്കർഷയുമാണ് തൃത്താലയുടെ വാദ്യകലാ പാരമ്പര്യം. കഥകളിക്ക് പട്ടിക്കാന്തൊടി എന്ന പോലെ തായമ്പകയ്ക്ക് പുതുജീവൻ പകർന്ന മലമക്കാവ് കേശവ പൊതുവാൾ, കേമനായ അച്ഛൻ്റെ കേമനായ മകൻ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ, ക്ഷേത്രവാദ്യ കലകളിൽ പ്രവീണനായ തിരുവേഗപ്പുറ രാമപൊതുവാൾ, വാദ്യകലാകാശത്തിലെ കൊള്ളിമീനായിരുന്ന രണ്ടാം തലമുറയിലെ തൃത്താല കേശവ പൊതുവാൾ. തൃത്താല ദേശത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരു വ്യക്തിപ്രഭാവത്തെ വിസ്മരിക്കുക വയ്യ. വിവിധ രംഗങ്ങളിൽ പ്രശസ്തിയാർജിച്ച ജീവിച്ചിരിപ്പുള്ളവരും മൺമറഞ്ഞു പോയവരുമായ നിരവധി വ്യക്തിത്വങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന വ്യത്യസ്ത ജന്മം. അദ്ദേഹം കേശവനായി. പിന്നീട് തൃത്താലയുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായ തൃത്താല കേശവ പൊതുവാളായി. ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലോ അതിൻ്റെ അവസാനത്തിൽ ഒരു വിലയിരുത്തലുണ്ടായി മനയിൽ വെച്ചിട്ട്. അതായത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരടക്കം ഉള്ളൊരു കമ്മിറ്റി എന്ന് വെച്ചോളൂ. ഈ കലാകാരന്മാരാരൊക്കെയാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയിട്ടുള്ളത് മഹാൽ. അതിൽ 3 ആളുടെ പേരാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ ഒരു പേര് കേശവ പൊതുവാളാണ്, മനസ്സിലായില്ലേ? പിന്നെ വ്യത്യസ്ത കലാരൂപങ്ങളിൽ പെട്ട ആളാണ്. കൊട്ടിൽ കർണാടക സംഗീതത്തിൽ ഫ്ലൂട്ട് മഹാലിംഗത്തിനെയാണ് കൊണ്ടുവന്നത്. അപ്പം ഇവർക്ക് രണ്ടാൾക്കും ഒരു സാമ്യമുള്ളത്, ഒരു ദിവസത്തെ പ്രോഗ്രാം കേട്ടാൽ പിറ്റത്തെ ദിവസം കേൾക്കണ പ്രോഗ്രാം വേറൊന്നായിരിക്കും. വിഷയം ഒന്നുതന്നെയാവും, പക്ഷെ വ്യത്യസ്തം. ഇതാണ് ഇവരുടെ 2 പേരുടെയും വ്യത്യാസം. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഉള്ള കലാകാരന്മാരെ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ചെമ്പൈ ഭാഗവതർ അതിൽ പെട്ടിട്ടില്ല, ആ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. സമാനതകളില്ലാത്ത വ്യക്തിത്വം, മുഖവുരയൊട്ടും ആവശ്യമില്ലാത്ത വാദ്യകുലപതി, ചെണ്ടവാദനത്തിലെ അവസാന വാക്ക്, മൺമറഞ്ഞ 3 സംവത്സരമാകുമ്പോഴും ആരാധകരുടെ മനസ്സിൽ ആസ്വാദനത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്ഭുത പ്രതിഭാധനൻ. ഞങ്ങൾ രണ്ടാളും ഒപ്പം 8ാം ക്ലാസ് വരെ ഒപ്പം. അയാൾ 8 വരെ പഠിച്ചിട്ടുള്ളൂ, ഞാനും അതെ, തൃത്താല MCF സ്കൂളിൽ. പിന്നെ ഞങ്ങൾ പരിചയപ്പെടാറുണ്ട്. കലയിൽ നിന്ന് അദ്ദേഹത്തിനെ വെല്ലാൻ അവർ ആരും ദേവരുണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുവാനും പോകുന്നില്ല. അയാൾ ശരിക്ക് ഈ മനമക്കാവ് ശൈലിയാണ് ഇവിടുത്തെ തായമ്പക. അത് തൃത്താല ശൈലിക്ക് ആയിക്കിയത് അയാളുടെ അമ്മാനും അയാളും കൂടിയിട്ടാണ്. ഇപ്പോൾ തൃത്താല ശൈലിയിൽ നിന്ന് ആയി വന്നിട്ടുണ്ട്. പലയിടത്തേക്കും അയാളുടെ കൂടെ തായമ്പക കാണാൻ പോയിട്ടുണ്ട്. പിന്നെ കലയിൽ ഞാൻ ഇങ്ങനെ ഒരാളാണെന്നുള്ള ഒരു അഹംഭാവം തീരില്ല. എവിടെ കൊട്ടിന് പോകുമ്പോഴും ഇവിടെ വന്നിട്ട് ദീപാരാധനയ്ക്കൊന്ന് സേവിച്ചല്ലാണ്ട് പോകില്ല. അത് ഇവിടെ വന്നിട്ട് തലേ ദിവസം നാളെ ഇപ്പോൾ എവിടെയെങ്കിലും തായമ്പക ഉണ്ടെങ്കിൽ ഇന്നിവിടെ വരും, ദീപാരാധനയ്ക്ക് കൊട്ടും. അത് കഴിഞ്ഞിട്ട് ആ 2 ആയിട്ടേ പോവുക. പിന്നെ എനിക്ക് ഇന്നത് തന്നളാന്ന് പറയില്ല. തായമ്പക കഴിഞ്ഞിട്ട് വല്ലതും ദക്ഷിണയായിട്ട് കൊടുത്താൽ സന്തോഷം. ഇന്നത്തെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ഇത്ര കിട്ടണം എന്നുള്ള ആ ഒരു എൻ്റെ അറിവിലില്ല. പിന്നെ ഇപ്പോൾ ഒരു പണിയെടുത്താൽ എന്തെങ്കിലും ഒരു ദക്ഷിണ ആൾക്കാരും വേണ്ടി വരുമല്ലോ. അതിൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഒരു ജന്മകളെ പറ്റിയിട്ട് പറയാൻ പെസക അങ്ങനെ ഉണ്ടല്ലോ. ഇത് പോരാ, അതില്ല. ചിലപ്പോൾ പോക്കറ്റ് മടിയിൽ വല്ലതുകൊണ്ടിരിക്കുന്നത് ഇതാ വെച്ചോ, അങ്ങോട്ടും കൊടുക്കും. അങ്ങനെയില്ല. മട്ടന്നൂരിനോട് ഒരു അവസരത്തിൽ ഗുരുവായൂരിൽ ഞാൻ പറയണം, ഞാൻ കേട്ടതാണ്. ഡബിൾ കൊട്ടിയിട്ട് നമ്മൾ 6 വയസ്സായ കുട്ടിയെ ഒപ്പമുള്ള വെച്ചാൽ അതിനും പാകത്തിന് കൊട്ടണം. 90 വയസ്സായിട്ടുള്ള വയസ്സനാണെങ്കിൽ അയാൾക്കും പാകത്തിന് കൊട്ടണം. അവനാണ് കലാകാരൻ.
പാരമ്പര്യവാസനയും അഭ്യാസവും തികഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ തായമ്പകക്കാർ ഈ തട്ടകത്തിലെ കുലപതികളായ കലാകാരന്മാരായിരുന്നു. ഇവർ താമസിച്ചു വന്നിരുന്ന ചാക്കനത്തു ഭവനവും ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട എടവീട്ടിൽ മാരാർ ഭവനവും വിൽക്കപ്പെട്ടു. ഈ പാരമ്പര്യം ഇടമുറിയാതെ പിന്തുടർന്ന തൃത്താല കേശവദാസനും തൃത്താല ശങ്കരകൃഷ്ണനും പുതിയ വാദ്യകലാകാരൻ പ്രദീപും തൃത്താല പെരുമയെ കൊട്ടിത്തിമർക്കുന്നവരായി രംഗത്തുണ്ട്. അനവധി ആൾക്കാരും കുടുംബങ്ങളും ഒക്കെ ഉള്ളൊരു ആൾ തന്നെയാണ് കേശവപ്പതുകൾ. ലോകപ്രസിദ്ധനാണ്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഓരോരോ ഫോട്ടോകളും ഇതും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ ധാരാളം വരുന്നു. ഇപ്പോഴും മരിച്ചിട്ടുണ്ട് തോന്നില്ല, ജീവിച്ചിരിക്കണോ എന്നേ തോന്നുള്ളൂ ഇപ്പോഴും. തൃത്താല ശിവക്ഷേത്രത്തിൽ 8ാമത്തെ വയസ്സിലായിരുന്നു കേശവന്റെ തായമ്പക അരങ്ങേറ്റം. താലത്തിൽ പ്രതിഷ്ഠയുറച്ച തൃത്താലത്തേവരുടെ മഹാക്ഷേത്രം കേശവന് പ്രപഞ്ചസ്പന്ദനത്തിൻ്റെ തൃത്താളം നൽകി. കേശവൻ പട്ടാമ്പി സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ അത് ഡീറ്റൻഷനൊക്കെ അന്നൊരു ഇതായിരുന്നല്ലോ. 10ാം ക്ലാസ് മുഴുമിച്ചില്ല കേശവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ എന്നേക്കാളും വയസ്സ് കൂടും. പിന്നെ അദ്ദേഹം ഞാനൊക്കെ ഉള്ള കാലത്ത് അദ്ദേഹം ഒരു വാനപ്രസ്ഥനായിട്ട് ഓടി നടക്കുകയല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കലും ഇവിടെ വന്നത് അമ്മയുടെ പിറന്നാൾ, സ്വന്തം അമ്മയുടെ അത് അച്ഛൻ്റെ പിറന്നാളായിട്ട് ഇവിടുന്ന് വാഴയിലേക്ക് മുറിച്ചങ്ങ് കൊണ്ടുപോയി. ആ ഒരു വല്ലാത്ത ഒരു മനുഷ്യബന്ധമാണ് ആ മനുഷ്യന്. അത് കാട്ടുമാടൻ നാരായണനുണ്ട്. അദ്ദേഹം വളരെ കലാമർമ്മജ്ഞനായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ കേശവനെ പറ്റി പറയുമ്പോൾ അത് ഓർക്കാതെ വയ്യ. അത് ഈ കാട്ടുമാടത്ത് ഇല്ലത്ത് കൊല്ലം മീനത്താലപ്പൊലി അത് കേമായിട്ട് കൊണ്ടാടാറുണ്ട്. വന്നേരിയിലാണ് ഈ കാട്ടുമാടൻ മന. ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു താലപ്പൊലിക്ക് അവിടുത്തെ അടിയന്തരക്കാരനാണ് ഈ തിരുവേഗപ്പുറ രാമപുതുവാൾ. ഈ തിരുവേഗപ്പുറ രാമപുതുവാൾ ഒരിക്കലും കാട്ടുമാടത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇന്ന് അടിയൻ്റെ ചെക്കനെ കൊണ്ടൊന്ന് കൊട്ടിക്കുമോ എന്ന്. അപ്പോൾ അച്ഛൻ്റെ വില്ല് നാണം കുണുങ്ങി നിൽക്കുന്നുണ്ട്, കറുത്ത് കുറിയ ഈ മകൻ കേശവൻ. അപ്പോൾ കേശവനോട് ചോദിച്ചു, എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ അച്ഛൻ രാമപുതുവാളാണ് മറുപടി പറഞ്ഞത്, ഇവൻ്റെ അരങ്ങേറ്റം തൃത്താല അമ്പലത്തിലാണ് നടന്നത്, തൃത്താല ശിവൻ്റെ നടക്കൽ. തിരുവേഗപ്പുറ മലമക്കാവിൽ ഒന്ന് കഷ്ടിച്ച് കൊട്ടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസന ഉണ്ടെന്നാണ് തോന്നിയത്. ധാരാളം കൊട്ടിക്കണം എന്നാണ് അടിയൻ്റെ മോഹം. അന്ന് സന്ധ്യാവേലയുടെ അവസാനം ഈ കുട്ടി നിലത്ത് മുട്ടണ ചെണ്ടിയും കഴുത്തിലിട്ടിട്ട് കൊട്ടി തിമർത്ത കുട്ടിയാണ് പിന്നീട് വാദ്യകലാകാശത്തിൽ കൊള്ളിമീനായിട്ട് അല്ലേ ഒരു അഡിഡണ അല്ലേ അർട്ട അല്ലേ മാത്മര തരംഗങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ തൃത്താല കേശവപുതുവാളായി മാറിയത്. അത് തിരിയുന്നു കൊളുത്തിയ പന്തം പോലെ അതിന് പശ്ചാത്തലം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് 3 പേര്. ഒന്ന് അച്ഛൻ, സ്വന്തം അച്ഛൻ തിരുവേഗപ്പുറ രാമപുതുവാൾ, പിന്നെ മുത്തച്ഛൻ മലമക്കാവ് കേശവപുതുവാൾ, പിന്നെ തൃത്താല കുഞ്ഞികൃഷ്ണ പുതുവാൾ അമ്മാമൻ. അതും ഒരു അകമ്പടിക്കാരോ ആശംസകരോ ഒന്നും ഇല്ലാതാണ് ഈ മനുഷ്യൻ. ചെണ്ടയാണ് കിട്ടിയാൽ മതി. ഒരു കല എന്ന് പറഞ്ഞത് ഒരു ജന്മവാസനാഭരിതമായ ഒരു സംഭവം കൂടിയാണ്. അത് ഈ കുട്ടിയിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത് ഈ നീളാതീരത്ത് കൂടി അങ്ങനത്തെ നീങ്ങിയിട്ടുള്ള അല്ലേ ഇളം അല്ലേ പഴയ തലമുറയും അല്ലേ താലത്തിലപ്പൻ എന്നല്ല താലത്തിലപ്പനല്ല താളത്തിലപ്പന്മാരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന്. തൃത്താലയ്ക്ക് തൃത്താല എന്നല്ല പേര് വേണ്ടത്, തൃത്താളം എന്നാണ്. ഇയാളുടെ ഒരു കവിത ഉണ്ട്, മനോജ് കുറവും. ഉണർന്നു കാലപ്പെരുവലം തല കുളിരു പെയ്തതു മുറുകി തെരിയതേ മഴലഹരിയായി പിടിമുഴങ്ങിയൊടുങ്ങി ഒടുവിൽ പുതിയ താളമിഴഞ്ഞു നീങ്ങുന്നു. മലമക്കാവിൽ കേശവപുതുവാളുടെ പേരക്കിടാവായിരുന്നു തൃത്താല കേശവൻ.
മുത്തച്ഛൻ തന്നെയാണ് പുളിമുട്ടി കയ്യിൽ കൊടുത്ത കേശവനെ കൊണ്ട് കൈസാധകം ചെയ്യിച്ചു തുടങ്ങിയത്. താളസാഗരത്തിന്റെ മറുകര കണ്ട ആളെന്ന് കേൾവിയുണ്ടായിരുന്ന തിരുവേഗപ്പുറ രാമപൊതുവാളുടെ മകനുമായിരുന്നു കേശവൻ. അച്ഛൻ തന്നെയായിരുന്നു കേശവന്റെ പ്രധാന ഗുരുനാഥൻ. അത്യപൂർവമായ നകാരശുദ്ധിയുള്ള ഇടംകൈ കേശവന് ലഭിച്ചതും അച്ഛനിൽ നിന്നാവണം. മറ്റൊരു ഗുരുനാഥൻ അമ്മാമനായ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാളായിരുന്നു. തൃത്താല കളരിയുടെ എന്നത്തെയും മികച്ച ആശാന്മാരിൽ ഒരാളാണ് കുഞ്ഞികൃഷ്ണ പൊതുവാൾ. ചെണ്ടയിൽ രണ്ടു കൈയിൻ്റെയും സ്ഥാനങ്ങളും ശബ്ദങ്ങളും നിഷ്കർഷിച്ച് നിർണയിച്ച് കയ്യും കോലും അതീവ ശുദ്ധമായി പ്രയോഗിക്കാൻ പഠിപ്പിച്ച ഈ ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിൽ തായമ്പകയിലെ ഏറ്റവും വലിയ ജീനിയസ് പിറവികൊണ്ടു. കേശവേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ ഒരു 30 കൊല്ലത്തെ എനിക്ക് പറയാം 15 വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങിയതാണ്. അത് തൃത്താല ശിവക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയതുമാണ്. അത് മറക്കാനാവാത്തൊരു കാര്യമാണ്. തൃത്താല കേശവപ്പുതാൾ അദ്ദേഹം കൊട്ടുന്ന് അന്ന് കേരളത്തിൻ്റെ ഒരു അവസാനത്തെ വാക്കായിരുന്നു തായമ്പക. അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി നാട്ടുകാരും അല്ലെങ്കിൽ പ്രമാണക്കാരും എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ സ്നേഹിച്ചിരുന്ന, അദ്ദേഹം തോളിൽ കൈയിട്ട് നടക്കുക. ഏറ്റവും മഹാന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അദ്ദേഹം സാധാരണ ആൾക്കാർ കൊട്ടം പോയി കഴിഞ്ഞാൽ അമ്പലത്തിലാണ് അവരുടെ സഹവാസവും അവരുടെ ബാക്കി കാര്യങ്ങൾ. എന്നാൽ കേശവപ്പാൾ ചെല്ലുമ്പോഴേക്ക് തന്നെ അവിടെ ആൾക്കാർ, അതിൻ്റെ സംഘാടകർ അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ തയ്യാറും പോകും. അത്രയും ഒരു ആ ഏത് സ്ഥലത്ത് കൊട്ടാൻ പോയോ ആ സ്ഥലത്തെ ആൾക്കാരായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്. അവർ ആ വീട്ടിലത്തെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആളായിട്ട് മാറുകയാണ്. അതൊരു പ്രത്യേക ശൈലി തന്നെയാണ്. ബാക്കിയുള്ളവരുടെക്കാളും ഒരു പ്രത്യേക ശൈലി ബാക്കിയുള്ളവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത ഭാവമായിരുന്നു. ഒരു കലാകാരൻ എത്ര കാലം ജീവിച്ചിരുന്നു എന്നതിലല്ല, ആയകാലത്ത് അയാൾ തനതു കലയിൽ എന്ത് സംഭാവനകൾ നൽകി എന്നതിലാണ് പ്രസക്തി. കേശവപ്പുതാൾ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഈ തൃത്താല പൊതുവാൾമാരുടെ വൈഭവം, കൊട്ടിൻ്റെ യോഗ്യത. മലമക്കാവ് കേശവ പൊതുവാൾ എന്ന് പറഞ്ഞ ആൾ ഈ തൃത്താല കേശവ പൊതുവാളിൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലെജൻഡറി ഫിഗറായിരുന്നു കൊട്ടിൻ്റെ കാലത്ത്. എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന്, അതിൻ്റെ മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ കേശവ പൊതുവാളിൻ്റെ അമ്മാവനായ കുഞ്ഞികൃഷ്ണ പൊതുവാൾ കേശവ പൊതുവാളെയും വളരെ ചെറുപ്പത്തിൽ മുതൽക്ക് ഞാൻ പരിചയമുള്ള ആളാണ്. ഈ നമ്മുടെ ശ്രീരാമക്ഷേത്രത്തിൽ, പെരിങ്ങോട് ശ്രീരാമക്ഷേത്രത്തിൽ ഇവർ അടിയന്തരക്കാരാണ്. ആ കാലഘട്ടത്തിൽ മുതൽക്ക്, എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽക്ക് എനിക്ക് പരിചയമുണ്ട്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ അപൂർവങ്ങളിൽ അപൂർവമായ ചില കലാകാരന്മാരിൽ പെട്ട ഒരു വ്യക്തിയാണ് തൃത്താല കേശവ പൊതുവാൾ. കേശവ പൊതുവാളിൻ്റെ കൊട്ടിനെ പറ്റി പറഞ്ഞാൽ ക്ലാസിക്കൽ ആണ് ഈ ചെണ്ടവാദ്യം. കേരള ചെണ്ടവാദ്യം ക്ലാസിക്കലാണ്. ക്ലാസിക്കലായിട്ടുള്ളൊരു കല ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ കൊട്ടി ഒതുക്കുന്നതാണ് ക്ലാസിക്കൽ കലയുടെ സ്വഭാവം. എങ്കിൽ ഈ കലാകാരന് ഇന്നും ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ചട്ടക്കൂട്ട് വലുതാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചെറുതാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാരം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ കേശവ പൊതുവാളിനെ പോലെ ഒരു കലാകാരൻ ഇത് വളരെ വലുതാക്കി കണ്ട് അതിൽ വളരെ ദൂരം സഞ്ചരിച്ചിട്ടുള്ളൊരു മഹാവ്യക്തിയാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ കലയുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൂറ് കൊട്ടുമ്പോൾ, ഈ തായമ്പകയുടെ കൂറ് കൊട്ടുമ്പോഴാണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ കഴിയുന്നത്. അതിലൊരു മഹാവിദഗ്ധനാണ്. ഓരോ കൊട്ടും ഓരോ തായമ്പകും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൊരു മഹാൻ വ്യക്തിയാണ് തൃത്താല കേശവ പൊതുവാൾ. ഇതാണ് ഇദ്ദേഹത്തിനെ ബാക്കിയുള്ള കൊട്ടുകാരിൽ നിന്നും വ്യത്യസ്തനാണ്. ക്ലാസിക്കൽ കൊട്ട് പഠിച്ചത് കൊട്ട് അതന്നെ ഒരു വ്യക്തിയെ ഒരു കലാകാരനാക്കുന്നതാണ്. പക്ഷേ പഠിച്ചതിന് ഉപരി സഞ്ചരിച്ച് കൊട്ടുമ്പോഴാണ് മഹാകലാകാരനായിട്ട് മാറുന്നത്. അങ്ങനെ മഹാകലാകാരനായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേശവ പൊതുവാൾ. ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും നിന്ന് നിലാവഭ്യാസം ചെയ്തവനായിരുന്നു കേശവൻ. ശുക്ലപ്രതിപദത്തിൽ തുടങ്ങി നിലാവുദിച്ചസ്തമിക്കുന്ന നേരത്തോളം വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കരിങ്കല്ലിൽ പുളിമുട്ടുകൊണ്ടുമാണ് നിലാവ് സാധകം. 3 നിലാവഭ്യാസം കഴിച്ച ആളാണ്. നല്ല
ചിട്ടോട് കൂടിയിട്ട്. എനിക്കതിനെ പറ്റിയിട്ട് ഒരു ദോഷം പറയാനില്ല. ഇപ്പം നമുക്കൊക്കെ നമ്മളൊക്കെയും ഗുണം തികഞ്ഞവരാവില്ല, നമുക്കും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടാവും. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ അറിവിലൊന്നും പറയില്ല ദോഷം. നല്ല യഥാർത്ഥ ഒരു കലാകാരൻ തന്നെയാണ്. ജീവിതവും കേശവ പൊതുവാൾക്ക് നിലാവഭ്യാസമായി. ചന്ദ്രനൊപ്പം വളർന്ന് താളത്തിൻ്റെ പൗർണമിയായി തെളിഞ്ഞ് നിറഞ്ഞൊരു കാലമുണ്ടായിരുന്നു കേശവ പൊതുവാൾക്ക്. അതായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ ചെണ്ടയുടെ വസന്തകാലം. നിലാവ് സാധകം ഒരു 80കളിൽ, 84, 85, 86 ഏത് ഈ വർഷങ്ങളിലാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ വേണു എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇവിടുത്തെ KMS നമ്പൂതിരിപ്പാടിൻ്റെ മകനാണ് അദ്ദേഹം. കൊട്ട് കുറച്ച് അഭ്യസിച്ചത്. അപ്പോൾ കേശവ പൊതുവാൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ രണ്ടാളിരുന്ന് കുറേ കൊട്ടും, ഇയാൾ മൃദംഗവും വായിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേശവ പൊതുവാൾ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു നിലാവ് സാധകം വേണം, എനിക്കിന്നൊരു റിഫ്രഷേഴ്സ് കോഴ്സാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാൻ പറഞ്ഞു. പെരിങ്ങോട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അന്നുണ്ടായിരുന്നത്. അത് മുഴുവൻ ഞാൻ സാക്ഷിയാണ്. അത് ഒരു 30 ശിലാനം വർഷമായി, 32 വർഷമായി. അത് സാക്ഷിയാണ്. അച്ഛനാണ് എൻ്റെ ഫാദർ, നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് അതിന് എല്ലാ അനുഗ്രഹ ആശീസ്സുകളും നേർന്ന് ഇങ്ങനെ നടക്കുക, അങ്ങനെ ആവാന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രോത്സാഹനം കൊടുത്തിട്ടുള്ള വ്യക്തി. 1.5 ദശാബ്ദത്തിലേറെക്കാലം മുമ്പ് ഒരു പൂരക്കാലത്താണ് കേശവൻ അവസാനത്തെ തായമ്പക കൊട്ടിയത്. ആ തായമ്പക പൂർത്തിയായില്ല. പതികാലം തീരും മുമ്പ് ശ്വാസം മുട്ടും നെഞ്ചുവേദനയും കാരണം അദ്ദേഹം കൊട്ടു നിർത്തുകയായിരുന്നു. അന്ന് പൂരക്കമ്മിറ്റിക്കാർ കൊടുത്ത പ്രതിഫലം അദ്ദേഹം വാങ്ങിയില്ല. ഞാൻ മുഴുവിച്ചില്ലല്ലോ, ഇപ്പോൾ ഇത് വേണ്ട, അടുത്ത കൊല്ലം വന്ന് പൊട്ടിത്തോളാം. പക്ഷേ കേശവ പൊതുവാൾ പിന്നീട് കൊട്ടാൻ വന്നില്ല. ശുഭപുരത്തേക്കെന്നല്ല, എവിടേക്കും. വേദി പങ്കിട കറുത്ത താടിനുള്ളിൽ ആ ഉരുണ്ട കണ്ണ് അതൊക്കെ വിരിഞ്ഞ് ആ ഭാവം ഇങ്ങനെ മാറി കയറുന്ന സമയത്ത് ആ തൃത്താല ശൈലിയിൽ കൊട്ടിക്കയറുക ചെയ്യേ. ആ കൊട്ടിക്കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് അടന്തക്കൂറ് ഒക്കെ കൊട്ടുന്നതൊക്കെ തായമ്പക കഴിഞ്ഞിറങ്ങുമ്പോൾ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണാൻ ആദ്യമേ പിന്നെ ഒരു 1 മണിക്കൂറോളം തായമ്പക ഉണ്ടാവും. ശരിക്കും തായമ്പക കഴിഞ്ഞു തോന്നും. അങ്ങനെയൊക്കെ അങ്ങനെ എത്ര വേദികൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. ഇങ്ങനെ തന്നെ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് ആളാവണം എന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു കഴിവ്. അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി, അല്ലാത്തവർ മനസ്സിലാക്കണ്ട എന്നുള്ള ഇന്നത്തെ ലോകമല്ല എന്നേ. വ്യത്യസ്ത മേഖലയിലെ പ്രഗത്ഭരെ അരാജകവാദികളായി നാം പറയാറുണ്ട്. ഇതിൽ ചലച്ചിത്ര മേഖലയിൽ സംവിധായകൻ ജോൺ അബ്രഹാമിനെ പോലെ, കവികളിൽ P. കുഞ്ഞിരാമനെ പോലെയുമായിരുന്നു തായമ്പകയിൽ തൃത്താല കേശവ പൊതുവാൾ. തൃത്താല കേശവനെ സംബന്ധിച്ചിടത്തോളം അങ്ങോർക്ക് എല്ലാവരെയും വലുതാവണമെന്ന് മാത്രമേ അങ്ങോട്ട് ചിന്തിക്കാറുള്ളൂ. അങ്ങോരുടെ മനസ്സിൽ യാതൊരു കുനട്ടോ കുശുമ്പോ ഇല്ലാത്തൊരു മനുഷ്യനാണ്. എല്ലാവരെയും അങ്ങോർക്ക് പറ്റണ വിധത്തിൽ വലുതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മഹാനുഭാവനാണ് കേശവേട്ടൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങോര് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം കൂടി ഒരു തായമ്പ ഞങ്ങൾ തമ്മിൽ ഡബിളാണ്. അത് നമ്മുടെ ഒറ്റപ്ലാവ് പുതിഞ്ചേരിക്കാവ്. എന്നിട്ട് കേശവേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ശിവരാമേട്ടനായിട്ടാണ് ഉണ്ടായത്. അത് പുതിഞ്ചേരിക്കാവിലെ ഡബിൾ ശിവരാമേട്ടനായിട്ടാണ് പിന്നെ ഉണ്ടായത്. ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി തോന്നി. കാരണം അന്ന് കൊട്ടാൻ തന്നെ എനിക്ക് വയ്യാന്നുള്ള മട്ടന്നെ ആയിരുന്നു. കാരണം പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചതൊന്ന്, അത് കഴിഞ്ഞ് പ്രവൃത്തി എടുക്കേണ്ടി വന്നത് വേറൊന്ന്. ആ ഒരു മാനസികാവസ്ഥ മാത്രമേ എനിക്ക് ഇന്നും കേശവേട്ടനോടുള്ള ആ ഒരു അതും കൂടി തരായില്ലല്ലോ, ആ ഒരു തായമ്പയും കൂടി കൊട്ടാൻ എനിക്ക് തരായില്ലല്ലോ എന്നുള്ളൊരു മനസ്താപം മാത്രമാണ് എനിക്ക് ബാക്കിയായിട്ടുള്ളത്. അതൊന്നും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത് സാധിച്ചില്ലല്ലോ എന്ന്.
ഇടമുറിയാത്ത എണ്ണങ്ങൾ വൈദ്യുതി പ്രവാഹം പോലെ ശ്രോതാക്കളിലേക്ക് പകർന്നു കയറുന്ന ആനന്ദമയമായ ഒരനുഭവമാണ് പൊതുവാളുടെ തായമ്പക. മേഴത്തൂർ കോടനാട്ട പുല്ലാനിക്കാവിൽ നിന്ന് അത്തരമൊരു പ്രകടനം അവതരിപ്പിച്ച ശേഷം രാത്രിയിൽ ചെണ്ടയും തൂക്കി തൃത്താലയ്ക്ക് നടന്നു പോകുന്ന പൊതുവാളെ കണ്ട് ഫിൻലൻഡുകാരനായ സായിപ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് അത്ഭുതപ്പെട്ടു. പ്രതിഭ നിറഞ്ഞ പ്രകടനത്തിനു ശേഷം പ്രഗത്ഭനായ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയും. ഭൂമി വാങ്ങലും കച്ചവടവും പത്രരാഷ്ട്രീയവും ജീവിതമാക്കിയവർക്ക് കലയുടെ ഈ മാസ്മരികത മനസ്സിലാവുകയില്ല. ഷർട്ടിടാത്ത കേശവ പൊതുവാൾ അവർക്കിടയിലൂടെ നടന്നു പോകുമ്പോഴുള്ള ലാളിത്യത്തിൻ്റെ ഗാംഭീര്യം അവർക്ക് ആസ്വദിക്കാനാവില്ല. ഒക്കെ താളത്തിൻ്റെ അകമ്പടി ഇല്ലാതെ സംഗീതമില്ല, കവിതയില്ല, പ്രസംഗവുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല. ജീവിതം തന്നെ അങ്ങനെ തന്നെയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുത്തച്ഛനാണ് എന്നെ കൂടെ എണീക്കണതെന്ന്. 2 തലമുറയും കേട്ട ആളാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. മലമക്കാവ് കേശവ പൊതുവാളുടെ തായമ്പകയും കേട്ടിട്ടുണ്ട്. തൃത്താല കേശവൻ ചെറുപ്പക്കാരനായ കേശവൻ്റെ നീ എൻ്റെ കൂടെ മുത്തച്ഛനാണ് എണീക്കണതെന്ന്. അത് കുഞ്ഞികൃഷ്ണ പൊതുവാളെ പറ്റിയിട്ട് രാമപൊതുവാളെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു അനുഭവമുണ്ട്. ആര്യവൈദ്യ ഫാർമസിയുടെ ജൂബിലി സമ്മേളനം. അപ്പോൾ VV ഗിരിയാണ് രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിക്ക് സ്വീകരണത്തിന് ഒക്കെ പ്രോട്ടോക്കോളാണ്. 5 മിനിറ്റേ പാടൂ. ഈ മനുഷ്യന് കയ്യിൽ കിട്ടിയ അത് കേശവൻ പൊതുവാൾ തൃത്താല കേശവ പൊതുവാൾ സ്വീകരണത്തിന് അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞു ഗിരി. അത് അങ്ങനത്തെ ഒരു പിന്നെ കോട്ടയ്ക്കൽ കുട്ടമ്മ കഥകളി പദം ഇദ്ദേഹം പോയിട്ട് പഠിച്ചു. എനിക്ക് കഥകളിക്ക് പലപ്പോഴും ഇദ്ദേഹം കയറി തന്നിട്ട് കഥകളി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇല്ലേ, കഥകളിക്ക് കൊട്ടും മറ്റേ കൊട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേത് മാത്തമാറ്റിക്സാണ്, പെരുപ്പങ്ങളാണ്. ഇതല്ല. അത് കേശവൻ അതും ഭംഗിയായിട്ട് ചെയ്തിരുന്നു. കേശവൻ മരിച്ചപ്പോൾ പത്രങ്ങൾ എഴുതി ചെണ്ട മരിച്ചു. ശരിയാണ്, ചെണ്ടയെ കൊണ്ടൊരു വർത്തമാനം പറയിപ്പിച്ചയാളാണ് വിട്ടുപോയത്. ചെണ്ടയിലെ ഇതിഹാസം തന്നെ. തമ്പുരാനോട് പറയാം, ആറാമ്പുരാനൊക്കെ വന്നു പോയിരുന്നു. കേശവൻ്റെ കാര്യമൊക്കെ കഷ്ടമായില്ലോ എന്ന് ആൾക്കാർ അവിടെ കൂടിയോട് പറയാം. കേശവനല്ലടാ മരിച്ചത്, തായമ്പക മരിച്ചു. ആറാമ്പുരാൻ പറഞ്ഞതാ, അത് ഞാൻ കേട്ടാളാ. അദ്ദേഹത്തിനു ശേഷം പിറന്നു വീണ വാദ്യകലാകാരന്മാരുടെ എല്ലാം മാനസഗുരു, പ്രപഞ്ചതാളങ്ങളുടെയാകെ തൻ്റെ വരുതിയിൽ നിർത്തി ആസ്വാദനത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ച അപൂർവ പ്രതിഭാസത്തിന് ഉടമ, വാക്കിലും നോക്കിലും കെട്ടിലും മട്ടിലും തൻ പ്രമാണിത്വം വഹിച്ച് തനിക്കായി മാത്രം പണിത സിംഹാസനത്തിൽ ആസനസ്ഥനായ മേളപ്രമാണി. എന്തുതന്നെയായാലും ഈ വിശേഷണങ്ങളൊന്നും തൃത്താല കേശവന് അധികമാവില്ല. മരണമെന്ന ഒട്ടും രംഗബോധമില്ലാത്ത കോമാളി അദ്ദേഹത്തെ അകാലത്തിൽ തിരികെ വിളിച്ചെങ്കിലും പുതുതലമുറയ്ക്കിടയിൽ പോലും ആ നാമധേയം സുപരിചിതമാണ്. തൃത്താല കേശവ പൊതുവാൾ ചെണ്ടമേളത്തിൽ, അതായത് തായമ്പക, അതിൽ അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കാൻ കേരളത്തിലൊരാളും ഉണ്ടായിട്ടില്ല. അതുവഴി തന്നെ അദ്ദേഹത്തിന് വളരെയധികം ശത്രുക്കളും ഉണ്ടായി. ഈ കലാകാരന്മാരുടെ ഇടയിലുണ്ടല്ലോ ഈ അസൂയ, അത് കുറേ ബാധിച്ച ആളാണ് കേശവൻ. 49, 50, 51 ഈ 3 കൊല്ലം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് MCM UP സ്കൂളിൽ ഒന്നിച്ചിരുന്ന് അഭ്യസിച്ചതാണ്. അന്ന് കേശവൻ തായമ്പക പഠിച്ചു. എന്നോട് തൻ്റെ കൊട്ട് കാണാം, തൻ്റെ അവിടെ അമ്പലത്തിൽ വരുന്നുണ്ട്. അങ്ങനെയാണ്, കോടനാട്ടുപന അമ്പലത്തിൽ പാട്ടുണ്ട്, ഭഗവതി കളം. ആ പാട്ടിന് ഞാൻ വരുന്നുണ്ട്, അപ്പോൾ കാണാം. തൻ്റെ വീട്ടിലേക്ക് വരുന്നേക്കാനല്ലാണല്ലോ ഇത് കാണാൻ എന്ന് ഞാനും തമാശ പറഞ്ഞു. രാത്രി ഞാൻ ഇത് കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ എന്താണ്, ചെണ്ട എടുത്ത് പൊക്കിയാൽ ചെണ്ട നിലത്ത് കഴിയും. അപ്പോൾ ഒരു സ്റ്റൂള് വെച്ചിട്ട് ആണ് വാദ്യം തായമ്പക തുടങ്ങിയത്.
അതുമല്ല, തായമ്പകയിൽ നിന്നുള്ള ആ സ്വാധീനം, താളം. താളം ഞാൻ താളത്തിൻ്റെ പിന്നാലെ പോകാറില്ല, താളം എൻ്റെ പിന്നാലെ വരും. എന്ന് വെച്ചാൽ ആ കലയോടുള്ള അത്ര ഉപാസനാശക്തിയാണത്. ചെണ്ട തായമ്പക ഗംഭീരമായിട്ട് അവസാനിക്കുന്ന സമയത്തുള്ള ആ മുറുക്കം സമയത്തൊക്കെ കോല് മേപ്പെട്ടിടും. ആ താളം കൊട്ടേണ്ട സമയത്തേക്ക് കുമ്പല് കയ്യിൽ വരും. അങ്ങനെ പല അഭ്യാസങ്ങളും ചെണ്ടയിൽ കാണിച്ചിട്ടുള്ള ഒരു ഭയങ്കര കലാകാരൻ. അതിന് ശേഷം ഒരാളുണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. മദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. റഷ്യയിലേക്ക് ഒരു പോക്കുണ്ടായി. ഈ വാദ്യ സംഘം കൂടിയിട്ട് റഷ്യയിൽ 2-3 മാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വലിയ പ്രശസ്തി ഒക്കെ ആയിട്ട് അവിടുന്ന് വന്നു. അതിന് ശേഷമാണ് മദ്യത്തിനോട് കുറച്ച് വന്ന് അത് പ്രേരിപ്പിക്കാൻ അയാളുടെ ആൾക്കാർ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു വാദ്യം ഏറ്റുണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് അയാൾ കള്ളും കൊടുത്ത് ബോധമില്ലാതെ എവിടെയെങ്കിലും കിടത്തു പോകും, മുടങ്ങിയില്ലേ. അങ്ങനെ പേര് നശിപ്പിക്കാനൊക്കെ പുറപ്പെട്ടു. കേശവൻ്റെ പേര് എന്നും ആരും മറക്കില്ല. അത്ര ശക്തിയായിട്ടുള്ള രംഗമായിരുന്നു ആ കലാരംഗത്ത്. അവനെ കവച്ചുവയ്ക്കാൻ ആരുമില്ല എന്നർത്ഥം. അർഹതയുള്ള അംഗീകാരങ്ങളൊന്നും ഗവൺമെൻറ്റിൽ നിന്നും കേശവ പൊതുവാളിന് ലഭിച്ചിട്ടില്ല. ഇന്ന് ആകെയുള്ളത് തൃത്താല ശിവക്ഷേത്രത്തിന് സമീപമുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേശവ പൊതുവാൾ റോഡ് മാത്രമാണ്. എന്തുതന്നെയായാലും ഈ വിശേഷണങ്ങളൊന്നും തൃത്താല കേശവന് അധികമാവില്ല. മരണമെന്ന ഒട്ടും രംഗബോധമില്ലാത്ത കോമാളി അദ്ദേഹത്തെ അകാലത്തിൽ തിരികെ വിളിച്ചെങ്കിലും പുതുതലമുറയ്ക്കിടയിൽ പോലും ആ നാമധേയം സുപരിചിതമാണ്. എല്ലയ്ക്ക് എന്തോ പ്രത്യേകമായിട്ട് ഹാർട്ടിനെന്തോ കുഴപ്പം വന്നു. ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയി. ആൾ മരിച്ചു. കോട്ടയ്ക്കലായിരുന്നു. പക്ഷെ ഹാർട്ടിന് കുഴപ്പമായപ്പോൾ വേറെ ഇവിടെ ഏതോ ആസ്പത്രിയിൽ വന്നു. കുന്നോളത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് വന്നിട്ട് മരിച്ച്. ഇപ്പോൾ പെങ്ങളും ഉണ്ട്, അളിയനും ഉണ്ടായില്ല. ഞാൻ അവിടെ താമസം, റോഡ് സൈഡിലുള്ള വീട്. ആശുപത്രിയൊക്കെ ഉണ്ടല്ലോ അവിടെ, കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് വീട്. വണ്ടി പഠിക്കൽ നിർത്തിയ ആംബുലൻസ്. ഈ ഗോപിയേട്ടൻ എന്നെ വിളിക്കാൻ അങ്ങോട്ട് വന്നു. കാരണം ഞാനായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനും അറിയാലോ. അപ്പോൾ എന്താണ് എനിക്ക് കാണാനുള്ള എന്നെ വിളിച്ച്, കേശവൻ്റെ ഡെഡ് ബോഡി കാണാൻ എന്നെ വിളിച്ച്. എനിക്ക് സഹിക്കാൻ വയ്യാതെ ഇപ്പോഴും വയ്യ. അത്ര അത് പൊലിഞ്ഞു പോയി. ഈ 2016 കേശവ പൊതുവാൾ ഓർമ്മയായിട്ട് 28 വർഷം തികയുകയാണ്. കാലം ഓർമ്മകൾക്ക് പരിക്കേൽപ്പിക്കുന്നില്ല. തൃത്താല കേശവ പൊതുവാൾ എന്ന നിഷ്കളങ്കതയാർന്ന ജീവിത രീതിയും തായമ്പകയിൽ അന്നുവരെ ആരും കേൾക്കാത്ത കൊട്ടുരീതിയും ഇന്നും സഹൃദയർ ഇന്നലെയെന്ന പോലെ ഓർമ്മിക്കുന്നു. ആ ശരീരഭാഷയുടെ സുഹൃത സൗന്ദര്യവും ഇന്നും നമ്മുടെ കേൾവിയിലും നയനപഥത്തിലുമുണ്ട്. ഒരു രാത്രി ബ്രാഹ്മമുഹൂർത്തത്തിൽ തുടങ്ങി അർദ്ധരാത്രിയിൽ അവസാനിക്കുന്ന ഒരു പ്രപഞ്ചത്തിലെ ഒരു ദിവസം. അത് കേശവൻ ചെണ്ട കൊണ്ട്, താളമുണ്ട്, പിന്നെ അതിന് വേണ്ട ചെറിയ ഒരു മനോഹര, അത് ഏതോ ഒരു സിനിമക്കാരൻ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കിട്ടിയില്ല. ഇതുള്ളത് കേശവന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോഴേക്കും കേശവൻ എന്തായെന്നറിയോ, അവസാന കാലത്ത് കേശവപ്പതാളി പോലും അറിയാതെ അദ്ദേഹം ഒരു അസ്വസ്ഥനായി. അത് ഏത് കലാകാരന്മാർക്കുള്ളതാണല്ലോ. അവസാനം ശുഖപുരത്ത് ചെറുങ്കര അദ്ദേഹം മദ്യത്തിനടിമയായി. കാരണം ജീവിതം ഗാർഹസ്ഥ്യം എവിടെ പിന്നെ വെൽവിഷേഴ്സ് ഈ പോളണ്ട് പോയി വന്നതിന് ശേഷമാണ് അങ്ങനെ കയ്യിന് വിറക് തുടങ്ങി. അപ്പോൾ സഹോദരിൻ്റെ കോട്ടയ്ക്കൽ അവർ ഏറ്റെടുത്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ചെറുങ്കര തായമ്പയ്ക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. ഞാനന്ന് സാക്ഷിയാണ്. തായമ്പയ്ക്ക് കൊണ്ടുവന്നു കൊട്ടാൻ തുടങ്ങിയപ്പോൾ കൈ പോക്കാൻ എണ്ണം കൊട്ടാൻ കഴിഞ്ഞില്ല. അവസാനം ഈ മനുഷ്യൻ അവിടെ നമസ്കരിച്ചു. അദ്ദേഹത്തിനു ശേഷം പിറന്നു വീണ വാദ്യകലാകാരന്മാരുടെ എല്ലാം മാനസഗുരു, പ്രപഞ്ചതാളങ്ങളുടെയാകെ
തൻ്റെ വരുതിയിൽ നിർത്തി ആസ്വാദനത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ച അപൂർവ പ്രതിഭാസത്തിന് ഉടമ. അനവധി കാലം അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയില്ല. അതിൻ്റെ മുമ്പേ അദ്ദേഹത്തിന് മരണം കൊണ്ടുപോയി. വാക്കിലും നോക്കിലും കെട്ടിലും മട്ടിലും തൻ പ്രമാണിത്വം വഹിച്ച് തനിക്കായി മാത്രം പണിത സിംഹാസനത്തിൽ ആസനസ്ഥനായ മേളപ്രമാണി. മുതലായി അദ്ദേഹത്തെ എന്ത് പറഞ്ഞാലും മതിയാവില്ല. കാരണം അദ്ദേഹം അത്രത്തോളം ഈ വാദ്യലോകത്തേക്ക് ഇഴുകിച്ചേർന്ന് ലയിച്ചു ചേർന്നിട്ടുള്ളൊരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ കലയിലേക്ക് ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ് മറ്റുള്ള കലാകാരന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കലാരംഗത്ത് കേശവനെ കാഴ്ച വയ്ക്കാൻ കേശവൻ തന്നെ ഉള്ളൂ. പിന്നെ ഒരു കേശവന്മാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വരുമാനം കുട്ടന്മാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഇവരൊക്കെ ഉണ്ട്. ആരുണ്ടായാലും ശരി ആ കേശവൻ്റെ മഹിമ ആരും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ആളെയാണ്. ആ ചെണ്ടെടുത്തിട്ട് ആ കോലിട്ട് വീണ കേശവൻ്റെ കൊട്ട് വേറെ അറിയാം. അത്ര സാധകമായിരുന്നു കൈനൊക്കെ, നല്ല ശക്തിമാനുമായിരുന്നു. തൃത്താല കേശവ പൊതുവാൾ അവതരിപ്പിച്ച കലയുടെ അംശങ്ങളാകട്ടെ ഒരു തായമ്പകക്കാരനിൽ അന്വേഷിച്ചാലും കണ്ടുകിട്ടുകയുമില്ല. അങ്ങനെ തായമ്പകയുടെ ചരിത്രത്തിൽ എന്നത്തെയും വലിയ കലാകാരനായി തൃത്താല കേശവ പൊതുവാൾ അടയാളപ്പെട്ടു കിടക്കുന്നു. ഒരു തലമുറയിലും ഉൾപ്പെടാത്ത ഒരു മധ്യബിന്ദു.